ഹലോ! അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ മാത്രമല്ല, ഫ്രണ്ട്സും നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പം അവരെയും കൂടെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് 2 വണ്ടിയിലൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പം ഒരുമിച്ച് പോകുമ്പോഴല്ലേ സംസാരിച്ചും കാര്യമൊക്കെ പറഞ്ഞും തമാശകളൊക്കെ പറഞ്ഞും പോകുന്നത് ഒരു വേറെ വൈബാണല്ലോ. മോൻ്റെ ഉച്ചയുറക്കത്തിൻ്റെ ടൈമായപ്പം ആ സമയമായപ്പോൾ ഫ്ലാറ്റായി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തി. ആളുടെ ഫ്രണ്ടിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കാണിച്ചു തരാം. ദാണ്ട് നമ്മുടെ കിയാൻ ബേബിയാണ് കേട്ടോ ആൾ. അപ്പം നല്ല ക്യൂട്ട് ബേബിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും മോനങ്ങ് എണീറ്റായിരുന്നു. പിന്നെ അവർ രണ്ടുപേരുടെ കളിയും പിന്നെ കുഞ്ഞു കുഞ്ഞ് അടികൂടലും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങിയായിരുന്നു. ഇപ്പം നേരത്തെയാണല്ലോ ഇരുട്ടുന്നത്. അപ്പം അങ്ങനെ നല്ല ലൈറ്റ്സിലൊക്കെ നല്ല രസമുണ്ട്. ഗ്ലോബൽ വില്ലേജിലൊക്കെ അതിൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ ആ ഒരു ആ ഒരു പള്ളി ഷേപ്പിൻ്റെ അത് കണക്കത്തൊക്കെയാണ്. നല്ല അത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ, ഗോൾഡ് അങ്ങനെയൊക്കെ മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കറങ്ങി നടന്നു. അങ്ങനെ ലാസ്റ്റ് പാർക്കിംഗ് കിട്ടി. പിന്നെ രണ്ടുപേരും സ്ട്രോളറിലിരുത്തി. കാരണം കുറേ ഉണ്ടല്ലോ നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കലും അല്ലെങ്കിൽ അവർക്ക് നടക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെയും സ്ട്രോളറിൽ ഇരുത്തി. അപ്പോൾ അവർക്കും റെസ്റ്റ് എടുക്കാം, നമുക്കും കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്തു. ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ കയറി അത്യാവശ്യം ആളുണ്ട്. നമ്മൾ വീക്ക് ഡേയിലാണ് പോയതെങ്കിലും അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡിലല്ല, നമ്മൾ വീക്ക് ഡേയ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറേ നടന്ന് നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ ഇതേണ്ട ഈ ഒരു സംഭവമാണ് കണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഷെയ്ഖ് സായദ് ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിൻ്റെ വ്ളോഗിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഞാനിത് ഒത്തിരി നാളുകൊണ്ട് കാത്തിരുന്ന സംഭവമായിരുന്നു. അങ്ങനെ ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ വന്നപ്പോഴും ഇതും വാങ്ങിച്ചായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് അവിടത്തേക്കാട്ടി റേറ്റും കൂടുതലായിരുന്നു, ക്വാണ്ടിറ്റി കുറവായിരുന്നു കേട്ടോ. ഒന്നല്ല അത്ര വെർത്തായിട്ട് തോന്നിയില്ല. പിന്നെ ദാണ്ട് ഈ ഒരു സംഭവം, ഇത് റിഗാഗെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് കുഞ്ഞിലെ നമ്മളിവിടെ പണ്ടൊക്കെ ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോഴാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് കഴിക്കണം എന്നുള്ളത്. അപ്പം ഇത് നല്ല രസം, ഇവർ ഉണ്ടാക്കുന്ന കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അതിനകത്ത് ചീസും മുട്ടയും ഒമാൻ ചിപ്സ് ഞാനിപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇട്ട് കാണുന്നതുള്ളത്. മുമ്പ് നമ്മൾ പണ്ട് കഴിക്കുമ്പോഴൊന്നും ഒമാൻ ചിപ്സ് ഇല്ലായിരുന്നു, വെറും ചീസും മുട്ടയായിരുന്നു. അങ്ങനെ വേണ്ട കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും നല്ല നെയ്റോസ്റ്റിൻ്റെ ഇത് കണക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, എങ്ങനെയെങ്കിലും ഷടപടയുന്നത് തീർത്തിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ വേണ്ട നമ്മുടെ ലുക്കൈമത്തിൻ്റെ ബോക്സൊക്കെ ഞാൻ പിന്നെ കൊണ്ട് വേസ്റ്റിലിട്ടു. നമ്മൾ പിന്നെ ഫസ്റ്റ് കയറിയത് അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അറബ് കൺട്രീസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പം യമനിലാണ് കയറിയത്. യമനിൽ ചെന്ന് നമുക്ക് ഒരുപാട് ഹണി കിട്ടി. യമനി ഹണി ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് അവർ നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടി തരുമായിരുന്നു കേട്ടോ. അപ്പം മോനും കിയാനും അവിടെ കയറി ഫുൾ അവർ നല്ല എൻജോയ് ചെയ്തു. അവർക്ക് ഓരോ
ഓരോ ഹണികളും ഇങ്ങനെ ടേസ്റ്റ് വെക്കാനും അവർക്ക് കിട്ടി അവർ നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തു. അവർക്കായിരുന്നു അവരെ കാണുമ്പം അവർ എടുത്തെടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കും. സംഭവം നല്ല നാച്ചുറൽ ഹണിയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കും അപ്പോൾ അതാകുമ്പോൾ കൊടുക്കുമ്പം അഥവാ എന്തെങ്കിലും ഒരു കിച്ച് കിച്ചോ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങ് മാറുമല്ലോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണ് എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കായി ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്കും സാർ ഇവിടെ ബഹളം തുടങ്ങി, സാറിന് വേണമെന്ന്. പിന്നെ അതൊക്കെ ഇക്കടയിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് അങ്ങ് കൈക്കിലാക്കിയത്. അങ്ങനെ പിന്നെ നമുക്ക് വേറെ ജിഞ്ചർ ഹണി ആയിട്ട് തന്നു കേട്ടോ. അതിൽ ഇഞ്ചിയൊക്കെ ഇട്ട് ഇഞ്ചിയുടെ നല്ല ഫ്ലേവർ അറിയുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അത് പനിക്കും എല്ലാത്തിനും വേണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് റേറ്റ് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം എടുത്ത് വലിയൊരു കുപ്പി എടുത്ത് വെച്ച് തന്നു. അപ്പം പറഞ്ഞില്ല ചെറുത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെറുതെടുത്ത് വെച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഇതിലും ചെറുതുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ മൂന്നാമതൊരു കുപ്പി എടുത്ത് വെച്ചു. അപ്പോൾ ചോദിച്ചു ഇനി അതിൽ ചെറുതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും അതില്ല, ഇനി മൊത്തത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ചോദിച്ചില്ല, ഏറ്റവും ചെറുതിന് ചോദിച്ച റേറ്റ് 100 dirhams ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് അത്രയും വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇവിടെ വേറെ സ്ഥലത്തും പോയപ്പോഴത്തേക്കും, വേറെ കൗണ്ടറിൽ പോയപ്പോഴത്തേക്കും അവർ നേരെ അതിന് 60 dirhams പറഞ്ഞു. 100 പറഞ്ഞ ആ ഒരു സെയിം ബോട്ടിൽ തന്നെ 60 dirhams പറഞ്ഞു, സെയിം ഹണിക്ക്. അവിടെ പലതരം വെറൈറ്റി ഹണീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മോന് കൊടുത്തത് വൈറ്റ് ഹണിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വൈറ്റ് ഹണി കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടെയും നമ്മൾ റേറ്റ് ചോദിച്ചപ്പം ആ സെയിം റേറ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം മക്കൾ ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ആകെ സീനാക്കുന്നതുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇന്ത്യൻ പവലിയൻ ലക്ഷ്യം വിട്ട് നേരെ നടന്നു കേട്ടോ. അങ്ങനെ അവിടെ സൈഡിൽ ഇന്ത്യൻ പവലിയൻ എത്തുന്നതിന് മുമ്പേ ചാട്ട് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അവിടേക്ക് നല്ല തിരക്കായിട്ട് നമ്മൾ പോയില്ല, കാരണം കുഞ്ഞുങ്ങളായിട്ട് പോകുന്നില്ല. അങ്ങനെ ഇന്ത്യൻ പവലിയൻ്റെ അകത്തോട്ട് കയറി. നമ്മൾ പണ്ടൊക്കെ പോകുമ്പം മുമ്പ് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, കുറച്ചും കൂടെ ഈ ഡ്രസ്സും ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് കാണുമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പം എല്ലാം സെയിം രീതിയിൽ തന്നെ. ഇപ്പം എനിക്കൊരു മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത് പോയി നോക്കിയത്. അപ്പോൾ അത് തന്നെ 2-3 ഷോപ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ സാൻഡിൽസിൻ്റെ, ചെരുപ്പിൻ്റെ കളക്ഷൻസ്, ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ടൊക്കെ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഡ്രംസൊക്കെ വെച്ചേക്കുന്നതും. പണ്ടൊക്കെ ഈ ഇന്ത്യൻ പവലിൻ്റെ അകത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഓരോ കലാരൂപങ്ങളും പിന്നെ ഈ അരിക്കകത്ത് പേരെഴുതി കൊടുക്കുന്നതും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അന്ന് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു, കാണാനും ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് അവർ നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ കണ്ട കുറേ ജ്വല്ലറി ഇതും അങ്ങനെ ഈ 1 dirhams കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടൊന്ന് ചാഞ്ചാടി. അങ്ങനെ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങി നിന്ന് 1-2 സാധനങ്ങൾ ഈ റിങ്സൊക്കെ ഞാൻ ഓരോന്നൊക്കെ വെച്ചെടുത്തായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും മൊത്തം ഒന്ന് അരിച്ച് പറക്കിയിട്ട് അവിടെ നിന്ന് വെച്ച് 2-3 സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഇങ്ങനെ നടന്നു ഓരോ പാവിലിയൻസിൽ ഇങ്ങനെ പുറത്തുനിന്ന് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചൈന കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അകത്ത് കയറാമെന്ന് വിചാരിച്ചു. മറ്റേ ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിലും ചൈന നല്ല രീതിയിൽ അവരുടെ പാവിലിയൻസൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു അട്രാക്റ്റീവ് രീതിയിൽ അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കയറി ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ചൈനയിൽ കയറുമ്പോൾ എന്തായാലും മക്കൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നു, കാരണം അവരുടെ ചൈന ടോയ്സും അവരുടെ ഇമ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ കയറിയത് അതേപോലെ തന്നെ അത് കണക്ക് സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡ്രസ്സസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ റേറ്റൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ചീപ്പ് റേറ്റിലൊന്നും അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഉള്ള റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഈ സ്ട്രോളറിലൊക്കെ പോകുമ്പോൾ നമുക്കത് നടക്കാനും എടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഇത്തിരി കൺജസ്റ്റഡും ആയിരുന്നു. നമ്മൾ പിന്നെ ഒരു പവലിയനൊന്നും എവിടെ നിന്നും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല, ജസ്റ്റ് നമ്മളൊന്ന് കാണാൻ തിരിച്ചു പോകുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നത്. അങ്ങനെ എല്ലാം അവരുടെ ആയിട്ടുള്ള കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം, നോക്കാം, ആസ്വദിക്കുക, പോകുക എന്നേ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ ഒന്നും വാങ്ങിക്കാനും പർച്ചേസ് ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി പിന്നെ കുറച്ച് നേരം ഇത്രയും നടന്നതല്ലേ, അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിരുന്നു. അപ്പം നമ്മൾ ഈ പ്ലേ ഏരിയ അവരുടെ ഈ റൈഡ്സും കാര്യങ്ങളും ഉള്ള അങ്ങോട്ട് വന്നു. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ.
നമ്മൾ പിന്നെ അവിടെ ഈ കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ റൈറ്റ്സിൽ കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ പിന്നെ കാർഡ്സ് എടുത്തായിരുന്നു. അതും വലിയ റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 5 ദിർഹംസ് 2 ദിർഹംസിനാണ് നമ്മൾ കാർഡ് എടുത്തത്. പിന്നെ അത് നമുക്ക് ടോപ്പപ്പ് ചെയ്താൽ മതി. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഇതാക്കി കഴിഞ്ഞാൽ എടുക്കാമായിരുന്നു. പിന്നെ നമുക്കവിടെ കുറേ ടിക്കറ്റ്സ് വെറുതെ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് വന്നുകൊണ്ട് അറബികളും അവിടെ വന്ന ആൾക്കാരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ടിക്കറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളല്ലാതെ കാർഡ് വാങ്ങിച്ചിട്ട് അതിൽ നിന്നും കിട്ടിയ ടിക്കറ്റ്സ് കൊണ്ട് നമ്മളിവിടെ പോയിട്ട് മക്കൾക്ക് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു കേട്ടോ. അവർക്ക് ഇവിടെ ഓരോ പോയിൻറ്റ്സിനും 5 ടിക്കറ്റിന് ഇങ്ങനെ സംഭവങ്ങൾ, അങ്ങനെ 50 ടിക്കറ്റ്സിന് ഇങ്ങനെ ആണ്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 100 ആൻഡ് സംതിങ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മോനും കിയാൻ ബേബിക്കും മിനിയോൻ്റെ 2 സോഫ്റ്റ് ടോയ് വാങ്ങിച്ചു. അങ്ങനെ അവർക്ക് അത് രണ്ടും കൊടുത്ത് ഹാപ്പി ആക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തായ്ലാൻഡിലോട്ട് പോയപ്പോഴും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, വീക്ക് ഡേ ആണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. ഈ ലോക്കറ്റ്സിലൊക്കെ നമ്മളെ പേര് അവർ കാർവ് ചെയ്ത് തരുന്നതാണ് കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പെൻഡൻ്റൊക്കെ അവർ അതിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മളെ പേരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച വർഷമാണെങ്കിലും അതൊക്കെ നമുക്ക് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കാർവ് ചെയ്തോ നമുക്ക് തരും കേട്ടോ അതിനകത്ത്. പിന്നെ നമ്മളവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ മറ്റേ വൈറൽ ടർക്കിഷ് ഐസ്ക്രീമൊക്കെ അതൊക്കെ കണ്ടു. പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് നടന്ന് കണ്ട് പോകുമായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് ഐറ്റംസോ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തില്ല. നമ്മൾ കയറിയ സമയത്ത് തന്നെ ലുക്കൈമത്തും ആ ഒരു റിഗാഗെ ട്രൈ ചെയ്തോളൂ. അങ്ങനെ പിന്നെ നമ്മൾ അമേരിക്കാസിൽ കയറിയപ്പോഴത്തേക്കും കണ്ട് അവിടെ നല്ലൊരു ഷോ ഉണ്ടായിരുന്നു. അവരുടെ അമേരിക്കൻ ഡാൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ നടന്നപ്പോഴത്തേക്കും എൻ്റെ ഇക്കടെ കണ്ണ് കുടുങ്ങിയത് കൊണ്ട് ആ നേരെ കാണുന്ന CR7 കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും റൊണാൾഡോ ഫാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അതൊക്കെ കണ്ട് നമ്മൾ തളർന്നൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ആകെ കുഴഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഗ്ലോബൽ വില്ലേജിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ഫുള്ളായിട്ട് എത്രയുണ്ടെന്നും അവൻ്റെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെയിൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴായിരുന്നു നമുക്കത് ഫുള്ള് കാണാൻ പറ്റിയത് കേട്ടോ. ഇതാണ് മെയിൻ സ്റ്റേജ്. ഇവിടെയാണ് നല്ല വലിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഞാൻ കൊച്ചിലേക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം എല്ലാ വർഷവും വരുമായിരുന്നു. അതിന് വരുമ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ വലുതാണ്. നമുക്ക് ഒരു മാക്സിമം എങ്ങനെയൊക്കെ പെട്ടെന്ന് സ്പീഡിൽ പോയാലും ഒരു 5 പവലിയൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ആയിരിക്കും ബാക്കി കാണാൻ പറ്റില്ലല്ലോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ നടന്ന് അത്യാവശ്യം അവർ നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പോയവർക്ക് ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയെന്നുള്ളത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് പണ്ടൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വാട്ടർ കനാൽ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതിൽ ബോട്ടിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ. നമുക്ക് ആ ബോട്ടിൻ്റെ ആ ഒരു ലേക്ക് സൈഡിലോ അല്ലെങ്കിൽ ആ കനാൽ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊന്നും കണ്ടില്ല. വെറും നടുക്ക് ആ ഒരു മിഡിൽ ഏരിയ ഫുൾ അവർ പ്ലെയിനാക്കി അതിനകത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു അത്. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ നമ്മുടെ UAE പവലിയൻ കണ്ടു. അപ്പോൾ ഈ രാജ്യത്ത് നിന്നിട്ട് നമ്മൾ ഈ രാജ്യത്തിൻ്റെ പവലിയൻ കയറാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മൾ അവിടെയും കൂടെ കയറി. അവിടെ ഇതൊക്കെ പോലെ തന്നെ ഇവിടുത്തെ ഓരോ കൾച്ചേഴ്സിൻ്റെയും ഡ്രസ്സിൻ്റെയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതെല്ലാം കണ്ട് നമ്മൾ ടർക്കിയുടെ കാര്യങ്ങളും ടർക്കി പവലിയനും അവിടുത്തെ ടർക്കിഷ് ഐസ്ക്രീമും അതൊക്കെ കണ്ടു. നമ്മളിങ്ങനെ നടന്ന് പോയി. പിന്നെ ടർക്കിയിൽ കയറിയപ്പോഴായിരുന്നു ഇതിൻ്റെ 5 ദിർഹംസ് 10 ദിർഹംസിൻ്റെ ഒക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മലയാളികളല്ലേ, ഇവിടെ വില കുറഞ്ഞിരിക്കുന്ന കണ്ടാലും അപ്പം കണ്ണുടക്കുമല്ലോ. അങ്ങനെ കയറി നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനത്തെ നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഹാൻഡ് മിറേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു. പിന്നെ പ്ലേറ്റ്സ് അങ്ങനത്തെ ഓരോ കപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒരു റേറ്റിന് നല്ല വെർത്തായിരുന്നു. ഇങ്ങനത്തെയൊക്കെ കാലിഗ്രാഫിയും സംഭവങ്ങളൊക്കെ 25 ദിർഹംസ് ഒക്കെ ആയിരുന്നു. സംഭവം കൊള്ളായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഈ 5 ദിർഹംസിനൊക്കെ ഈ കുഞ്ഞ് ബ്രേസ്ലെറ്റും ചെയിൻസും പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അതൊന്നും നമുക്ക് വീട്ടിൽ വെക്കാൻ നമ്മൾ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല. കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കിയാൻ ബേബിക്ക് അപ്പോഴത്തേക്കും ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മോനും വിശന്ന് തുടങ്ങി. അങ്ങനെ ആകെ വിശപ്പിൻ്റെ വിളി വല്ലാതെ വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ ഇനി പോകാം, ഇനിയിപ്പം മതിയായെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് നല്ലൊരു LED ഡിസ്പ്ലേ, നല്ല ഡിസ്കോ ലൈറ്റ് കണക്കത്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു.
അവിടുന്ന് നേരെ പിന്നെ പാർക്കിങ്ങിലോട്ട് നടക്കില്ലായിരുന്നു. ഇങ്ങോട്ട് നടന്നപ്പോൾ നമ്മൾ വേഗം എത്തി കണക്ക് തോന്നി. കാരണം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലും ആ ഒരു ഇതിലൊക്കെ നമുക്ക് പെട്ടെന്നിങ്ങനെ നടന്നെത്തി. പക്ഷെ അങ്ങോട്ട് നോക്കിയിട്ട് ഒരു വിധത്തിൽ എത്തുന്നില്ലായിരുന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി മാറിപ്പോയോ, സ്ഥലമെല്ലാം തെറ്റിപ്പോയോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് നടക്കാൻ ശരിക്കും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം ഒരുപാട് നടന്നതിൻ്റെ ക്ഷീണവും പിന്നെ വിശപ്പും കൂടെ ആയപ്പോഴത്തേക്കുമാണ് നമുക്ക് ഒരുപാട് തോന്നിയത്. അങ്ങനെ വണ്ടിയിലൊന്ന് കയറി ഒന്ന് ഇരുന്നപ്പോഴാണ് അത്രയും നേരം ആശ്വാസമായത്. അപ്പോഴത്തേക്കും കിയാൻ മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴി നമ്മളിവിടെ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറി ഫുഡ് കഴിക്കാൻ കയറിയത്. ഗ്ലോബൽ വില്ലേജ് കൊള്ളായിരുന്നു, പക്ഷേ പണ്ടത്തേനെക്കാട്ടി അവരെ ഒന്നും കൂടെ ചെറുതാക്കി. പിന്നെ പോയ മെയിൻ കാര്യം നടന്നില്ല, ഫയർ വർക്ക്സ് ഒന്നും കാണാനും പറ്റിയില്ല. ആ ഒരു വിഷമം നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയപ്പോഴത്തേക്കും സാറിന് ആദ്യമേ ബർഗർ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സാറ് കാണാതെ നൈസിന് എടുക്കുമായിരുന്നു. പിന്നെ നമ്മളൊരു ഫുൾ ഷവായും ലോലിപ്പോപ്പുവാ പറഞ്ഞത്. ഫുൾ ഷവായുടെ ഹാഫേ കണ്ടുള്ളൂ, അതിന് മുമ്പേ ഹാഫ് നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നവർ ഓർത്തത്. പിന്നെ നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ വണ്ടി കയറി നേരെ നമ്മൾ അവരുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. നമ്മൾ അവരെ ആദ്യം ഡ്രോപ്പ് ചെയ്യണമല്ലോ, പിന്നെ അതിവിടെ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മക്കൾ രണ്ടാളും ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും രാത്രി അത്യാവശ്യം ലേറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഉറങ്ങി. കിയാൻ ബേബിയുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കുമായിരുന്നു. മോൻ എൻ്റെ കയ്യിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഇനി ഇറങ്ങി ഫ്രണ്ട് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ നിന്ന് മാറിയ ആളെപ്പോഴാണ് അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം കണ്ടല്ലോ, ഇപ്പോഴും 1:30 അങ്ങനെ ഇനി അപ്പോൾ നമ്മളവിടെ ഇവിടെ നിന്ന് നമ്മളെ വീടെത്താറായപ്പോൾ തന്നെ 1:30. അപ്പോൾ ഇതാണ് ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോഴാണ് നമ്മുടെ വീടെത്തി എന്നുള്ളൊരു സൈൻ വരുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അബുദാബി ഉള്ളവർക്ക് അറിയാം, നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ നിങ്ങൾ അബുദാബിയിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ഫൈനലി നമ്മളെ വീടെത്തി. അങ്ങനെ ഞാൻ മോനുമായിട്ട് ഇറങ്ങിയ പിക്കോറിന് നീ മോനുമായി കൊണ്ട് കിടത്തിക്കോ ഒക്കെ ബാക്കി ഡയപ്പർ ബാഗൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഔട്ടിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.